ഏറ്റവും ബഹുമാന്യനായ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ, ബഹുമാന്യയായ മന്ത്രി ശ്രീമതി KA തുളസി, മുൻ സ്പീക്കറും മന്ത്രിയും കൂടിയായ ട്രാൻസ്പോർട്ട് മന്ത്രിയും കൂടിയായ ശ്രീ N ശക്തൻ, ചീഫ് സെക്രട്ടറി, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, KSRTC MD ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ പ്രമുഖരെ, നമ്മുടെ കൌൺസിലർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ, KSRTC ജീവനക്കാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു അഭിമാന നിമിഷമാണ്. സർക്കാർ അധികാരത്തിൽ എത്തിയിട്ട് ഒരു മാസം തികയുന്നത് 18-ാം തീയതിയാണ്. അതിനു മുൻപ് ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിലെ സൌജന്യ യാത്രയുടെ 1ാം ഘട്ടമാണെന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടും. ഇവിടെ ജോൺ KSRTCയുടെ ചരിത്രത്തെക്കുറിച്ചെല്ലാം പറഞ്ഞു. ഇന്നിവിടെ ഈ ഉദ്ഘാടനം നടക്കുന്ന ഈ വേദി കൂടി ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. 110 വർഷം മുമ്പാണ് ഇവിടെ നിന്ന് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് ആദ്യത്തെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് വാഹനത്തിന് ഫ്ളാഗ് ഓഫ് ചെയ്തത്. 1965-ലാണ് KSRTC ജനകീയ മന്ത്രിസഭയുടെ ഭാഗമായി കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ് സർവീസ് ആരംഭിച്ചത്. അതിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് സ്ത്രീകൾക്ക് സൌജന്യ യാത്ര എന്ന പ്രിയദർശിനി പദ്ധതി ഈ സർക്കാർ നടപ്പാക്കുന്നത്. ഞാൻ ഇതിനെ കാണുന്നത് സ്ത്രീകൾക്ക് നൽകുന്ന ഒരു ഔദാര്യമായിട്ടല്ല. ഞാൻ കരുതുന്നത് ഈ പദ്ധതിക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്നാണ്. സോഷ്യോ ഇക്കണോമിക് ഇമ്പാക്ട്. സാമൂഹ്യമായ പ്രതിഫലനം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അഭിമാനത്തോടുകൂടി സർക്കാരിന്റെ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ കഴിയുക. അത് സൌജന്യമല്ല. ഞങ്ങളുടെ സർക്കാർ, ഞങ്ങളുടെ വാഹനം, ഞങ്ങൾ ഇതിലൂടെ യാത്ര ചെയ്യുന്നു. എത്രയോ സാധാരണക്കാരായ സ്ത്രീകളാണ് KSRTCയിൽ യാത്ര ചെയ്യുന്നത്. വലിയ അലൂമിനിയം പാത്രവുമായി മത്സ്യ വിപണനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ നഗരങ്ങളുടെ അപ്പുറത്ത് നിന്ന് ഈ നഗരത്തിലേക്ക് ഹോം മെയ്ഡായി ഫ്ളാറ്റുകളിലും വില്ലകളിലും 3-4 ഫ്ളാറ്റുകളിൽ പോയി ജോലി ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീകൾ, കഠിനാധ്വാനം ചെയ്ത് രാവിലെ എത്തി സന്ധ്യ എങ്ങുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന പാവപ്പെട്ട സ്ത്രീകൾ, വിദ്യാർത്ഥിനികൾ, ജീവനക്കാർ, പല തട്ടിലുള്ള സ്ത്രീകൾ, സാധാരണക്കാരായ സ്ത്രീകൾ, ആശുപത്രികളിലേക്ക് വരുന്നവർ, ബാങ്കുകളിൽ പോകാൻ വരുന്നവർ, സർക്കാർ ഓഫീസിൽ പോകാൻ വരുന്നവർ, എത്രയോ പേരാണ്. തൊഴിലെടുത്ത് ജീവിക്കുന്ന എത്രയോ പാവം സ്ത്രീകളാണ്. പലരും എന്നോട് പറഞ്ഞു, കണക്ക് കൂട്ടി പറഞ്ഞു, സാർ ഇത്രയും രൂപ ഞങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയും. ആ മാറ്റിവെക്കാൻ കഴിയുന്ന രൂപ എന്ത് ചെയ്യണമെന്ന് പോലും അവർ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പദ്ധതി നടപ്പിലാക്കിയാൽ ഒരു ദിവസം എത്ര രൂപ സേവ് ചെയ്യാൻ പറ്റും, ഒരു മാസം എത്ര രൂപ സേവ് ചെയ്യാൻ പറ്റും, ആ പണം എന്ത് ചെയ്യണം. ഒരു സ്ത്രീ എന്നോട് ഉപദേശം ചോദിച്ചു. അപ്പൊ എനിക്ക് ധനകാര്യം കിട്ടുമെന്നൊന്നും എനിക്കറിയില്ലല്ലോ, അന്ന് മന്ത്രിയാവുമെന്നും മുഖ്യമന്ത്രിയാവുന്നൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു KSFEയിൽ ചിട്ടി കൂടിയാൽ മതിയെന്ന്. ഇപ്പൊ എനിക്ക് തോന്നി നല്ല ഉപദേശമായിരുന്നു. ഇപ്പോ KSFE എന്റെ വകുപ്പിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞു, അപ്പൊ ഒരു സേവിങ്സ് അവർക്ക് എന്തെങ്കിലും കാര്യത്തിന്, ഒരു വീട് വെക്കാൻ അല്ലെങ്കിൽ ഒരു മകളുടെ വിവാഹത്തിന് ഈ തുക മാറ്റിവെക്കാം. പിന്നെ ചെലവഴിക്കപ്പെടുമല്ലോ ഈ തുക. ഇപ്പൊ സർക്കാർ 800 കോടിയോളം രൂപയാണ് മുടക്കുന്നത്. 800 കോടിയാണ് ഒരു വർഷം സർക്കാർ ഈ പദ്ധതിക്ക് വേണ്ടി മുടക്കുന്നത്. 800 കോടി രൂപ KSRTCക്ക് കൊടുക്കുകയാണ്. അല്ലാതെ KSRTCയെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി നിങ്ങൾ കൊടുത്തോ എന്നല്ല പറയുന്നത്. പക്ഷേ എനിക്ക് ഗതാഗത മന്ത്രിയെക്കുറിച്ച് ഒരു ആത്മവിശ്വാസമുണ്ട്, അവരുടെ ടീമിനെ കുറിച്ച്.
കുറച്ചുനാൾ കഴിയുമ്പോൾ ഈ പൈസ ഒന്നും വേണ്ട എന്ന് ഗവൺമെന്റിനോട് പറയും, ധനകാര്യ വകുപ്പിനോട്. അവരുടെ ആ ടീം അത് നന്നായി ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം. KSRTCയുടെ വരുമാനം അവർ വർദ്ധിപ്പിക്കും, ഒരു സംശയം വേണ്ട. ഈ പണം നമ്മുടെ കേരളത്തിൽ തന്നെ ചെലവഴിക്കപ്പെടും. ഈ പണം പല കാര്യങ്ങൾക്കായി ചെലവഴിക്കപ്പെടും, പല രീതിയിൽ ടാക്സായും അല്ലാതെയുമായി മണി സർക്കുലേഷന്റെ ഭാഗമായി ഇത് തിരിച്ചു വരുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഈ പണം ചെലവഴിക്കപ്പെടും. ആ പണം ചെലവഴിക്കപ്പെടുമ്പോൾ അതിന്റെ ഗുണം പൊതുസമൂഹത്തിനും ജനങ്ങൾക്കും ഉണ്ടാവും, ഒരു സംശയമില്ല. പിന്നെ ഉത്കണ്ഠ എന്താ? ഒന്ന്, പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് നടത്തുന്ന ആളുകൾക്ക് ഒരു ഉത്കണ്ഠയുണ്ട്, സ്വാഭാവികമാണ്. ഞാൻ അവരോട് പറയുന്നു, നിങ്ങൾ ഇനി മുതൽ പ്രൈവറ്റ് ട്രാൻസ്പോർട്ടുകാരല്ല, നിങ്ങളും പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ ഭാഗമാണ്. കാരണം ട്രാൻസ്പോർട്ട് ബസ്സില്ലാത്ത സ്ഥലങ്ങളിൽ ഈ പാവപ്പെട്ടവരെ കൊണ്ടുപോകുന്നത് സ്വകാര്യ ബസ്സുകളാണ്. പണ്ടൊക്കെ വലിയ മുതലാളിമാരാണ് എന്ന് നമ്മൾ പറയും, ബസ് മുതലാളി. ഇപ്പൊ ഇല്ല. ഇപ്പൊ ബസ് മുതലാളിയായിട്ട് വീട്ടിലിരുന്ന ബസ് വേറെ വഴിക്ക് പോകും. ഒന്നുകിൽ കണ്ടക്ടറായിട്ട്, അല്ലെങ്കിൽ ചെക്കറായിട്ട്, അല്ലെങ്കിൽ ക്ലീനറായിട്ട് വണ്ടി കയറണം മുതലാളി കൂടി. ആ ഒരു കാലമാണ്. ട്രാൻസ്പോർട്ട് ബിസിനസ് നല്ല ക്രൈസിസിലാണ്. ഈ ഗവൺമെന്റ് അതിനെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടുണ്ട്. അവർക്ക് കയറി വരാൻ വേണ്ടിയിട്ടുള്ള അന്തരീക്ഷം കൂടി ഈ സർക്കാർ ഉണ്ടാക്കുമെന്ന് ഞാൻ അവർക്ക് വാക്ക് നൽകുന്നു. കേരളത്തിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം മികച്ചതാക്കണം എന്നതാണ് ഈ സർക്കാരിന്റെ സ്വപ്നം. പ്രത്യേകിച്ച് അർബൻ പ്ലാനിങ്ങിന്റെ ഭാഗമായി നഗരങ്ങളിൽ, ഇപ്പൊ കൊച്ചിയിലെക്കാരനാണ് ഞാൻ. കൊച്ചിയിലെ ഹൈക്കോടതിയിൽ ഒരു 2000 വക്കീലന്മാർ വരുന്നുണ്ട്. 2000 കാറുമായിട്ടാണ് ഇവർ വരുന്നത്. അതിന്റെ ആവശ്യമില്ല. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മികച്ചതാണെങ്കിൽ വക്കീലിന് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി നിന്നാൽ, ഡോക്ടർക്ക്, എഞ്ചിനീയർക്ക്, ജീവനക്കാർക്ക് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി നിന്നാൽ ഏത് ഡെസ്റ്റിനേഷനിലും പോകുന്ന ഒരു പൊതു ഗതാഗത സംവിധാനം ഉണ്ടെങ്കിൽ അവർ ഈ വണ്ടി എടുക്കില്ല. അപ്പൊ അവർക്ക് ആ വണ്ടിയിൽ കയറി വരാം. അപ്പം നമ്മുടെ ഈ നഗരങ്ങളിലെ വാഹനങ്ങളുടെ സാന്ദ്രത കുറയ്ക്കാം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു അർബൻ പ്ലാനിങ്ങും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തെക്കുറിച്ചും ഈ ഗവൺമെന്റ് ഗൌരവതരമായി ആലോചിക്കുന്നുണ്ട്. അത് സ്വകാര്യ മേഖല കൂടി അതിന്റെ പങ്കാളികളാവും. ആ സ്വകാര്യ മേഖലയ്ക്ക് എന്തെങ്കിലും ഒരു നഷ്ടം ഈ ഒരു പദ്ധതി കൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൂടി നികത്താനുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. ഒരു സെക്ടറും തളരാൻ പാടില്ല. ഒരു സെക്ടറും. തളരുന്ന സെക്ടറിനെ താങ്ങി നിർത്തുകയാണ് ഗവൺമെന്റിന്റെ ജോലി. മൂന്നാമതൊരു കാര്യം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ മെൻസ് അസോസിയേഷൻ അവർ ഭയങ്കരമായ പ്രതിഷേധമാണ്. സ്ത്രീകൾക്ക് മാത്രം സൗജന്യം കൊടുക്കാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതിഷേധമാണ്. അപ്പൊ അവർ വേറെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. അതൊരു രസകരമായ ഒരു കാര്യം കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനോടൊന്നും നമുക്കൊരു വിരോധമില്ല. പക്ഷെ എല്ലാ പ്രശ്നം എന്താ? പൊതുവായി എല്ലാ പുരുഷന്മാരെയും കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു പുരുഷ വിരോധിയൊന്നുമല്ല. ഈ ഇത്രയും പൈസ ബാക്കി വരുന്നു എന്ന് പറഞ്ഞു ഇവർ യാത്ര ചെയ്യുമ്പോൾ ഇവരുടെ കയ്യിലാണെങ്കിൽ ആ പൈസ വീട്ടിലെത്തും. മറ്റേതാ സൗജന്യം കൊടുത്ത ഈ ബാക്കി വരുന്ന പകുതി കുറച്ച് പേര് കൊടുക്കും വീട്ടിൽ. ബാക്കി എവിടെ പോവും? ഞാൻ പറയില്ല, ഗവൺമെന്റിന് കിട്ടും പൈസ, സർക്കാരിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പോയില്ല. അപ്പൊ ഇവർക്കൊന്ന് കൊടുക്കട്ടെ. മാത്രമല്ല ഞാൻ പറയുന്നു, ഈ പദ്ധതി ഈ സംസ്ഥാനത്തെ സർക്കാരിന് കേരളത്തിലെ സ്ത്രീകളോടുള്ള ആദരവായി നിങ്ങൾ കാണണം. ആദരവാ. സ്ത്രീകളെ ബഹുമാനിക്കാൻ ഒരു സമൂഹം പഠിക്കണമെന്നുള്ളൊരു സന്ദേശം കൂടിയാണ്. ആദരവോടുകൂടി, ബഹുമാനത്തോടുകൂടി നമ്മുടെ അമ്മമാരെ, സഹോദരിമാരെ അവരെ കാണണം. ആ ആദരവാണ് ഈ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രഖ്യാപിച്ച് നടപ്പാക്കുന്ന ആദ്യത്തെ പദ്ധതി കേരളത്തിലെ സ്ത്രീകളോടുള്ള നമ്മുടെ എല്ലാവരുടെയും, കേരളത്തിലെ ജനങ്ങളുടെ ആദരവായി കണക്കാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു സന്തോഷം കൂടിയുണ്ട്. ആദ്യം ഈ ബസ് യാത്ര ചെയ്യുമ്പോൾ ഇതിലെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളാണ്. മാത്രമല്ല ഗതാഗത വകുപ്പിൽ ഒരു വനിതയാണ് സെക്രട്ടറി. ചുമതലയേറ്റ ഒരു വനിതാ സെക്രട്ടറി ആദ്യം ഉത്തരവിടുന്നത് ഇതാണ്. ഈ പരിപാടി, ഈ പദ്ധതി കൂടിയാണ്. മൊത്തം അങ്ങ് സ്ത്രീകൾ ടേക്ക് ഓവർ ചെയ്തേക്കുക. അങ്ങനെ ആകട്ടെ, ഇനിയുള്ള കാലവും അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിറഞ്ഞ അഭിമാനത്തോടുകൂടി, നിറയുന്ന കണ്ണുകളോടുകൂടി ഞാൻ ഈ പ്രിയദർശിനി പദ്ധതി കേരളത്തിലെ സ്ത്രീകൾക്കായി സമർപ്പിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നന്ദി.
അടുത്തതായി പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയിലെ ആദ്യത്തെ ടിക്കറ്റുകൾ ഇവിടെ വേദിയിൽ കൈമാറുകയാണ്. ഈ ടിക്കറ്റ് കൈമാറുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു.